SS ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഇർഫാന. മലപ്പുറം നഗരസഭയിലെ കുടിവെള്ള വിതരണ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പരമാവധി ശ്രമിക്കുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ. വോൾട്ടേജ് ക്ഷാമവും അപ്രഖ്യാപിത പവർ കട്ടും പമ്പിങ്ങിനെ സാരമായി ബാധിക്കുന്നു. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പുതിയ ജനറേറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് മലപ്പുറം നഗരസഭ. മലപ്പുറം നഗരത്തിലെ കുടിവെള്ള വിതരണത്തിലെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് നഗരസഭയുടെ ഭാഗത്തു നിന്നും ആശ്വാസത്തിന്റെ തെളിനീർ എത്തുന്നു. പാണക്കാട് മേൽമുറി വാട്ടർ അതോറിറ്റി പമ്പ് ഹൌസുകളിൽ വോൾട്ടേജ് ക്ഷാമത്തെ തുടർന്ന് കുടിവെള്ള പമ്പിംഗ് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി ജനറേറ്ററുകൾ സ്ഥാപിച്ചു. വോൾട്ടേജ് കുറവ് മൂലം ദിവസങ്ങളായി കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായിരുന്ന സാഹചര്യത്തിലാണ് അടിയന്തര നടപടി സ്വീകരിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ വി പറഞ്ഞു. കേരളം മൊത്തം ഇപ്പം വെന്തുരുകുന്ന സാഹചര്യത്തിൽ വോൾട്ടേജ് ഇഷ്യൂ വളരെ ഗൗരവത്തോടു കൂടി എല്ലാ ഇടങ്ങളിലും അധികമായ യൂസേജ് കാരണം, റെക്കോർഡ് ഉപയോഗം കാരണം എല്ലായിടത്തും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് KCBയുടെ ഒരു വോൾട്ടേജ് ഇഷ്യൂ എന്ന് പറയുന്നത്. അത് കാരണം വാട്ടർ അതോറിറ്റിക്ക് വാട്ടർ സപ്ലൈ തടസ്സപ്പെടുകയാണ്. 3-4 മണിക്കൂറും വെള്ളം സപ്ലൈ ചെയ്യാൻ കഴിയാതെ വാട്ടർ അതോറിറ്റി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മലപ്പുറം നഗരസഭ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ജനറേറ്റർ പ്രൊവൈഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്യൂൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ അതോറിറ്റി കളക്ടർ ത്രൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മീറ്റിംഗ് മുമ്പാകെ നമ്മൾ ഈ ഇഷ്യൂ പറയുകയുണ്ടായി. കളക്ടർ അതിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് കളക്ടർ അതിൻ്റെ ഫ്യൂൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി വാട്ടർ അതോറിറ്റി അടുത്ത് അവർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ സാധ്യമായതെല്ലാം തന്നെ ഒരു മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷ എന്ന നിലക്ക്, ഒരു നഗരസഭയുടെ അധ്യക്ഷ എന്ന നിലക്ക് നമുക്ക് ചെയ്തു നൽകാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാട്ടർ അതോറിറ്റിയും അവരുടെ KCBയും അവരുടെ എല്ലാ സംഗതിയും ഞങ്ങളോടാണ് നേരിട്ട് പറയാന്നുള്ളതാണ്. ജനപ്രതിനിധി നിലക്ക് നമ്മൾ അതിൽ ഇടപെടുകയാണ്. മറ്റുള്ളവരെ ഇടപെട്ട് അവർക്ക് നിർദ്ദേശം നൽകുക. ഇതിന്റെ ഒക്കെ ശരിക്കുള്ള ഉത്തരവാദി KCBയും വാട്ടർ അതോറിറ്റി ആണെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ ബേസിക് നീഡ്സ് ആണ് ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയിൽ കറണ്ടും വെള്ളവും വെളിച്ചവും ഒക്കെ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളത്, അവരുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഒക്കെ സർവീസ് ചാർജ് വാങ്ങിക്കുന്ന KCB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും ഒക്കെ തന്നെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒക്കെ ആളുകൾ ഉത്തരവാദികളായ അവർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മൾ നിലവിൽ പാണക്കാട് ചാമക്കയം പമ്പ് ഹൗസിലേക്കും അതുപോലെ മേൽമുറി പമ്പ് ഹൗസിലേക്കും ഒക്കെ നമ്മൾ ജനറേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ വോൾട്ടേജ് ഇഷ്യൂ അതോടുകൂടി പരിഹരിക്കപ്പെടും. അതിനുശേഷം വാട്ടർ സപ്ലൈ നടക്കേണ്ടതാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും വാട്ടർ അതോറിറ്റി മുഖേനയും അതുപോലെ KCB മുഖേനയും കളക്ടർ മുഖേനയും ഒക്കെ നമ്മൾക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു നൽകുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇനിയും ഇതേ തരത്തിലാണ് ഇതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ അതോറിറ്റികളായ KCBയും വാട്ടർ അതോറിറ്റിയും ഇത്തരത്തിലാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇനിയും ഇതിന്റെ ഗൗരവം അവരെടുത്തിട്ടില്ലെങ്കിൽ, സർക്കാരും അതിന്റെ സംവിധാനങ്ങളും ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പാണക്കാടും മേൽമുറിയിലും 20 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ജനറേറ്ററുകൾ സ്ഥാപിക്കുന്നതെന്നും കാലാവസ്ഥാ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ആവശ്യഘട്ടങ്ങളിൽ ലഭിക്കാതിരുന്നാൽ വലിയ സമരങ്ങളിലേക്ക് പോവേണ്ടി വരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. വോൾട്ടേജ് പ്രതിസന്ധിയും ജലവിതരണ പ്രശ്നങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൗൺസിലർമാർക്കാണെന്നും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നുമാണ് നഗരസഭാ കൗൺസിലിന് പറയാനുള്ളതെന്നും ചെയർപേഴ്സൺ പറയുന്നു. ഇപ്പോ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നറിയിപ്പില്ലാത്ത ഒരു പവർ കട്ടാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് വോൾട്ടേജ് ഇഷ്യൂ മാത്രമല്ല, ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ വാട്ടർ സപ്ലൈയിൽ വരുന്ന ഡിലേ, ഇതെല്ലാം നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൂടി ശരിക്ക് ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്കുണ്ട്. അനുവദിക്കപ്പെട്ട പുതിയ ബൂസ്റ്ററുകൾ എത്തുന്നത് വരെ പമ്പിംഗ് തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനാണ് ഇടക്കാല പരിഹാരമായി ജനറേറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പുതിയ ജനറേറ്ററുകൾ സ്ഥാപിക്കുന്ന ചടങ്ങിന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ വി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പരി അബ്ദുൽ മജീദ്, മറിയുമ്മ ഷെരീഫ് കോണോത്തൊടി, നാണത്ത് സമീറ മുസ്തഫ, കൗൺസിലർമാരായ KK ഉമർ, CK ഷിഹാബ്, K സിദ്ദീഖ്, AP ഷിഹാബ്, CK റഫീഖ്, AP ഉമർ, സഹൽ ശ്രാമ്പിക്കൽ, ജംഷീന സിദ്ദീഖ്, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് റനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇർഫാന, SS ന്യൂസ്, മലപ്പുറം.